നമസ്കാരം. ഇറാൻ അമേരിക്ക സംഘർഷത്തിന് നേരിയ രീതിയിൽ ഒരു അയവ് വന്നിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ട്രംപിന്റെ മനസ്സിലിരിപ്പ് ഞാൻ പറഞ്ഞിരുന്നു. ആ പറഞ്ഞ സമയത്ത് ചില ആളുകളൊക്കെ തെറിവിളിയുമായി രംഗത്തുണ്ടായിരുന്നു. അതായത് അമേരിക്കക്കൊന്ന് വെടിനിർത്തണം എന്നുള്ള ഒരു ആഗ്രഹം ട്രംപ് പറഞ്ഞിരുന്നു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് ആയുധങ്ങളില്ല, അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഇറാന്റെ തിരിച്ചടിയിൽ വലിയ നഷ്ടങ്ങളാണ് അമേരിക്കക്കുണ്ടായിട്ടുള്ളത്. നിരവധി MQ-9 റീപ്പറുകൾ, അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, അറ്റകുറ്റപ്പണികൾ നടത്തുന്ന കേന്ദ്രങ്ങൾ, ആമസോണിന്റെ ഡാറ്റ ഹബ്ബ്, ഒരുപാട് സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇങ്ങനെ പുറത്തു വരികയാണ്. ഖത്തറിൽ നിന്നും മുങ്ങേണ്ട ഒരു സാഹചര്യം അമേരിക്കക്കുണ്ടായി. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ തൽക്കാലം വെടിനിർത്തുന്നതാണ് ബുദ്ധി എന്നൊരു തോന്നൽ ട്രംപിനുണ്ടായി. അങ്ങനെ ഇന്നലെ മുതൽ ഇറാനെ ആക്രമിക്കുന്ന പരിപാടി ട്രംപ് നിർത്തിവെച്ചു. ഇന്ന് ഇറാനും തിരിച്ചടി നിർത്തിവെച്ചിട്ടുണ്ട്. അമേരിക്ക ഇങ്ങോട്ട് ആക്രമിക്കാത്ത സാഹചര്യത്തിൽ അമേരിക്കൻ ആസ്തികൾക്ക് നേരെ തിരിച്ചടിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. പക്ഷേ ഇവിടെ വളരെ ഗുരുതരമായിട്ടുള്ള ചില നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ 13 ആളുകളുടെ പേര് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ അലി ഖംനായി പുറത്തുവിട്ടിരുന്നു. ആ 13 ആളുകൾക്ക് സ്വാഭാവിക മരണമായിരിക്കില്ല ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യവും ഈ കഴിഞ്ഞ ദിവസം ഇറാൻ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അത്തരത്തിലൊരു നീക്കം ഇപ്പോൾ ഇറാൻ നടത്തി എന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുർ, ഈ കക്ഷി ഈ 13 അംഗങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്. എന്തായാലും ഇറ്റാമർ ബെൻഗുറിന്റെ വീടിന് സമീപം ഒരു ഡ്രോൺ തകർന്നു വീണു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. മന്ത്രിയും കുടുംബവും വീട്ടിലുണ്ടായിരുന്നു. തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. എവിടെ നിന്നാണ് ഈ ഡ്രോൺ പറന്നു പൊങ്ങിയത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഇസ്രായേൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇറ്റാമർ ബെൻഗുർ വല്ലാതെ ഭയന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുർ ഉൾപ്പെടെ 13 ആളുകളാണ് ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളത്. ഇവരുടെയൊക്കെ തലയെടുക്കണം എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. അമേരിക്കൻ ആസ്തികൾ വേണമെങ്കിൽ ഒഴിവാക്കാം, അമേരിക്കക്കെതിരായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാം. പക്ഷേ ഈ 13 ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി ഞങ്ങൾ തീരുമാനിക്കും, അവർക്ക് സ്വാഭാവിക മരണം ഒരിക്കലും ഉണ്ടാകില്ല എന്ന ഒരു നിലപാട് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾ പോലും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സമയത്താണ് ഇറ്റാമർ ബെൻഗുറിന്റെ വീടിനു സമീപത്ത് ഒരു ഡ്രോൺ തകർന്നു വീഴുന്നത്. വെറുതെയല്ല അമേരിക്കക്ക് വെടിനിർത്തണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത് ട്രംപിന്റെ അവസാനത്തെ ആഗ്രഹമായിരിക്കാം. പക്ഷേ ട്രംപിനെ ഒരിക്കലും ഈ അവസാനത്തെ ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. പക്ഷെ ട്രംപിന്റെ കാര്യത്തിൽ അത് നടപടിയാകില്ല എന്നുള്ളത് തന്നെയാണ് ഇറാന്റെ നിലപാട്. കൂടുതൽ ഭൂരിഭാഗം വരുന്ന ഇറാനികളുടെയും നിലപാട് അത്തരത്തിലുള്ളത് തന്നെയാണ്. ഭൂരിഭാഗം വരുന്ന ഇറാനികളുടെ അഭിപ്രായത്തിന് വില കൽപ്പിക്കും, ആ അഭിപ്രായം മാനിക്കും എന്ന് കഴിഞ്ഞ ദിവസം മുജ്തബ അലി ഖംനായി വ്യക്തമാക്കിയിരുന്നു. എന്റെ പിതാവിന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആളുകളെ മാത്രമല്ല, അതായത് മുഴുവൻ ഇറാനികളും ആവശ്യപ്പെടുന്ന അവരുടെ ആവശ്യം മാനിച്ചുകൊണ്ട് ഞങ്ങൾ ആ വിധി നടപ്പിലാക്കും എന്നാണ് മുജ്തബ അലി ഖംനായി പറഞ്ഞത്. നേരത്തെ ഇറ്റാമർ ബെൻഗുറിനെ ഇവിടെ ഗൈഡഡ് മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ച് വകവരുത്താൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തു വന്നാലും ഇറ്റാമർ ബെൻഗുർ ഉൾപ്പെടെയുള്ള തീവ്ര വലതുപക്ഷ നിലപാടുള്ള, ഒരുപക്ഷെ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ പോലും നിയന്ത്രിക്കുന്നത്, യുദ്ധം വേണം എന്ന് തുടർച്ചയായി ആവശ്യപ്പെടുന്നത് ഇറ്റാമർ ബെൻഗുറിനെ പോലുള്ള ആളുകളാണ്. അവരാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് യുദ്ധം ചെയ്യിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ഫലസ്തീനികളെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ആ ഒരു നിർദ്ദേശം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹുവിനെ നയിക്കുന്നത് ഇറ്റാമർ ബെൻഗുറിനെ പോലുള്ള ആളുകളാണ്. എന്തായാലും 13 അംഗങ്ങളുടെ പേരുകൾ പുറത്തുവിട്ടപ്പോൾ അതിൽ ആദ്യ പേരുകാരൻ ട്രംപ് ആണെങ്കിലും പെട്ടെന്ന് നടപ്പിലാക്കേണ്ടത് ഇസ്രായേലിൽ നിന്ന് തന്നെയാണ് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്വേഷണത്തിൽ ആരാണിത് ചെയ്തത്, ആരാണിതിന് പുറകിൽ എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ ഇവിടെ ഇറാൻ, അല്ലെങ്കിൽ ഇറാന് വേണ്ടി മറ്റാരെങ്കിലും, ഹൂത്തികളോ ഹിസ്ബുള്ളയോ
ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം ഈ ഒരു ദൗത്യം നിറവേറ്റുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. എന്തായാലും അമേരിക്ക ഇറാൻ സംഘർഷം ഒരു ഭാഗത്ത് അവസാനിക്കുമ്പോൾ ഇറാൻ നേരത്തെ പുറത്തുവിട്ട ചില ആളുകളെ ചുറ്റിപ്പറ്റി വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഈ ലിസ്റ്റിൽ ആദ്യത്തെ പേരുകാരൻ ട്രംപ് ആയിരുന്നു എങ്കിൽ ഈ വിധി നടപ്പിലാക്കുന്നതിന് വേണ്ടി ആദ്യം ഇവർ ചില ആളുകളുടെ പേരുകളൊക്കെ ഒന്ന് മുകളിലോട്ട് കയറ്റി എഴുതിയിട്ടുണ്ട്. അതായത് ഇറ്റാമർ ബെൻഗിറിനെ പോലുള്ള ആളുകളെയാണ് ഇവിടെ ആദ്യം തെരഞ്ഞെടുത്തിരിക്കുന്നത്, നറുക്കു വീണിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്കാണ് എന്ന വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്.